മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. കല്ലൂസ് അറിയാ എല്ലാരും ഒന്ന് വന്നേ. ചക്കര ഇങ്ങോട്ട് വന്നേ. മെറിലിൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇതിപ്പോ ഫുൾ ടൈം മെറിലിൻ ഇവിടെ തന്നെ ആണല്ലോ. എന്താ ഉദ്ദേശം? എന്തായാലും ഇവിടെ വന്ന് കയറണ്ടല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അതൊക്കെ ഞങ്ങള് തീരുമാനിച്ചോളാം കേട്ടാ. അച്ഛനെ പുറത്തു പോയതാ. അതൊക്കെ ഉണ്ട് സർപ്രൈസ്. എല്ലാരും വരട്ടെ കേട്ടോ. കല്ലൂസ് ഇവിടെ ഇരുന്നോട്ടോ. ഇത് എവിടായിരുന്നു? എന്താണ് പരിപാടി? അതൊക്കെ ഉണ്ട് സർപ്രൈസ്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ. എല്ലാരും വിളി 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 വിളി. ഒന്നും പറ്റിയിട്ടില്ല. ഇത് സർപ്രൈസ്. അതെ, നീ ഷോപ്പിങ്ങിനാണോ പോയത്? ഷോപ്പിങ്ങിന് പോലെയാണ് പോയത്. എന്നെ കൂട്ടാഞ്ഞേ? അത് സർപ്രൈസ്. പിന്നെ എന്നെ വിളിക്കുന്നില്ലേ? എടാ അതല്ലേ സർപ്രൈസ് എന്ന് പറഞ്ഞേ. ചൂടാന്ന് സർപ്രൈസ്. അതിനെന്താ പറ്റിയേ? വന്ന് കയറിയപ്പോഴത്തെ സർപ്രൈസ് സർപ്രൈസ് എന്നാണ് പറയുന്നേ. സത്യം പറയാളിയാ, ഇത് മുഴുവൻ വാങ്ങി തന്നിട്ട് നൈസ് ആയിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനാണ് ഗൾഫിലോട്ട്. അത് സർപ്രൈസ്. മോനെ എന്താ വിശേഷിച്ച് കാര്യം പറ. അമ്മൂമ്മ സർപ്രൈസ്. സർപ്രൈസ് എന്താണെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാം. സിദ്ധു സൊല്ല. സർപ്രൈസ് ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ സർപ്രൈസ് സർപ്രൈസ്. അമ്മൂമ്മ, ഇത് അമ്മുമ്മയുടെയും ശങ്കരൻ അപ്പൂപ്പന്റെയും ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. സർപ്രൈസ് പോലെ തിരികെ. എന്ത് വിശേഷം പറ. സർപ്രൈസ്. എപ്പോഴെങ്ങനെയാണോ? വല്ലപ്പോഴും. ഇത് കേശുവടിയുടെ സർപ്രൈസ്. ഇനി ഞാൻ പറയുന്നില്ല. ശിവാനി സർപ്രൈസ്. ഫോർ മൈ സ്വീറ്റ് ലെച്ചൂസ്. താങ്ക് യു. കലൂസ്. ഇത് പാർവളിയുടെ സർപ്രൈസ്. കരകാന്റി. താങ്ക് യു. ഓക്കേ. അപ്പൊ സാറിന് സർപ്രൈസ് ഒന്നുമില്ലേ? എന്റെ സർപ്രൈസ് ലെച്ചൂസിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അല്ലളിയാ, എനിക്ക് സർപ്രൈസ് ഒന്നുമില്ലേ? അത് ശരി. മെർലിൻ സർപ്രൈസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സർപ്രൈസ് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, മെർലിനുള്ള സർപ്രൈസ് സെറ്റ് ചെയ്യാം. നേരത്തെ പോയിക്കളരുത് കേട്ടോ, വൈകിട്ട് വൻ പരിപാടികളുള്ളതാ. എന്താ പരിപാടി? സർപ്രൈസ്. അല്ല പരിപാടി എന്തിരുന്നൂറാ? സർപ്രൈസ് കറക്റ്റ്. പിന്നെ എല്ലാരോടുമായിട്ടൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് ഇവിടെ സംഭവ ബഹുലമായ കുറെ കാര്യങ്ങൾ നടക്കുന്നതാണ്. എല്ലാരും ജില്ല ജില്ല നിൽക്കണം. ഓക്കെ? എനിക്ക് കുറച്ച് പ്ലാനിങ്സ് ഉണ്ട്. ഇല്ല കുരുപ്പ് 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 ഉമ്മ തന്നോ? പക്ഷെ ക്ലൂ തരൂല. നിന്റെ അച്ഛൻ സർപ്രൈസിന്റെ കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയില്ല. മര്യാദ പറഞ്ഞോ കേശു, ഇല്ലെങ്കിൽ ബ്രേക്കപ്പ്. അതൊക്കെ ആരടി? അതാരാണ്? നോക്കാം. ചേട്ടോ ചേട്ടോ ഒന്ന് വരുവോ? ചേട്ടാ ഇതേ ഇത് നമ്മുടെ വീടായിരുന്നേ. എന്റെ വീടല്ല. അതെ, അപ്പോ ഇവിടെ എന്താണ് പരിപാടി? ഇവിടെ വമ്പ പരിപാടി നടക്കാൻ പോവല്ലേ? എന്നാര് പറഞ്ഞു? അളിയൻ പറഞ്ഞു. ഏതളിയൻ? സിദ്ധു അളിയൻ. ശിവ എന്താ അത്? ആരുടെ അതൊക്കെ? ചേച്ചി ചേച്ചി വീട് മറച്ചു വെക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? ചേച്ചി അമ്മേ അയ്യോ വിളിച്ച് കൂവണ്ട വരുന്നു. എന്താ
അളിയേ ആരോടാ സംസാരിക്കുന്നത്? ആരാ അതാരാ? ഇതൊക്കെ ആരാ? ഇത് ലൈറ്റ് ഇടാൻ വന്നോര്. ലൈറ്റാ? ഇതെന്താ? അമ്മേ അച്ഛന്റെ കല്യാണം അച്ഛന്റെ കല്യാണോ? ആയിക്കുന്ന മണമാട്ടി. ചേച്ചി വന്നേ. എന്ന് ചോയര്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് തന്നെ പ്ലാൻ ചെയ്യാം. ഓക്കെ ഇതല്ലേ നല്ലത്? അപ്പൊ അത് വെച്ചോ, മറ്റേതും കൂടെ കൈ വെച്ചോ, നമുക്ക് വേണ്ട രീതിക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. എന്താ പരിപാടി? സർപ്രൈസ്. അച്ഛൻ ഇതാണ് മണമാട്ടി. മണവാട്ടിയാ? മണമാട്ടിന്ന് അച്ഛന്റെ കല്യാണമല്ലേ? ഒന്ന് പോയടി. അതെ, നിങ്ങൾ നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തോ. ഡിലേ ഒന്നും ഉണ്ടാവരുത്, സെറ്റ് ആയിരിക്കണം. ഓക്കെ ഓക്കെ. മെനുവിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പഴേ പറഞ്ഞേക്കണേ. താങ്ക് യു. അളിയ ഈ മെനു എന്ന് പറയും. അളിയ മെനു മെനു ഏത് മെനു? സംഭവം എന്തോ? സർപ്രൈസ്. അതെ, അറിയാൻ പാടത്തോട്ട് ചോദിക്കാണ്, ശരിക്കും ഇവിടെ വൈകുന്നേരം എന്താണ് പരിപാടി? നീ നോക്കിക്കോ, ഇന്നത്തെ ദിവസം അന്തരീക്ഷം മൊത്തം മാറി മറി. ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള എല്ലാവരും കൂടെ നിൽക്കണം. ഓക്കെ? ഇതെന്തോന്നാണ് അളിയ ഇത്? ഒരുമാതിരി സസ്പെൻസിന്റെ മുൾമുനെ നിർത്തുന്നത്. കാര്യം പറ. ആ സർപ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സസ്പെൻസ് പോകത്തില്ലേ? എന്നാ ഞാൻ പറയാം. ഞാൻ പറയാം അത് പിന്നെ ഇപ്പം നമ്മുടെ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കറക്റ്റ് പറയുന്ന ആൾക്ക് ഞാനൊരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് തരും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരാൾക്ക് ഒരവസരമേ ഉള്ളൂ. ചിന്തിക്കും, എനിക്ക് കുറച്ച് പ്ലാനിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ജന്മനാള് ആഘോഷിക്കുകയായിരിക്കും. ബർത്ത്ഡേ അതിന് അപ്പൂപ്പന്റെ ബർത്ത്ഡേ അല്ലേ കഴിഞ്ഞ മാസം നമ്മൾ ആഘോഷിച്ചത്? കഴിഞ്ഞ മാസം ആഘോഷിച്ചാൽ ശരി തന്നെ, ഇനി ആഘോഷിക്കാലോ. അതൊന്നുമല്ല, വേറെന്തരമാണ്. അതെ, എനിക്ക് കിട്ടി. ബഹളം വെക്കല്ലേ, കൺഫേം ചെയ്യട്ടെ. കൺഫേം ചെയ്തിട്ട് അതാണെങ്കിൽ ഇത് നമ്മൾ പൊളിക്കും. പറഞ്ഞു നീ എന്താ അവിടെ പോയി? ഞങ്ങള് സത്യം പറയിച്ചേ, വിശേഷം വല്ലതും? വിശേഷോ? എന്ത് വിശേഷം? കല്ലൂന് ഒരു കുഞ്ഞി വാ നടന്നു. അതല്ലേ? അതല്ല. എന്നാലും പിന്നെ ഇത്രയും ഒരുക്കങ്ങളൊക്കെ നടത്താൻ എന്തായിരിക്കും കാര്യം? லிச்சு இங்க குழிப்பழத்துல இருந்து யாராச்சும் வராங்களா? அங்க யாராச்சும் பர்த்டே அந்த மாதிரி ஏதா விஷயம்? അങ്ങനെ വല്ലതാണെങ്കിൽ ഞാൻ അറിയൂലേ. ഇതൊന്നുമല്ല. അളിയനാണെങ്കിൽ ഈ ഗസ് ചെയ്ത് പറയണാക്കി വിലപിടിപ്പുള്ളൊരു സമ്മാനം എന്നാണ് പറഞ്ഞത്. അളിയന്റെ കയ്യില് ഗോൾഡ് കോയിൻ ഇരിപ്പുണ്ട്, 2-3 ഇരിപ്പില്ലേ? അതിരിപ്പുണ്ട്. ചിലപ്പോ അതുപോലെ സമ്മാനമായിട്ട് എടുത്ത് തരുകയും ചെയ്യും. അളിയന്റെ കാര്യം അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, അങ്ങ് ചെയ്തു കളയും ചിലപ്പോ. അതെ. ലച്ചുവിനെ പോലല്ല സിദ്ധു. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊടുക്കാനൊക്കെ നല്ല മനസ്സാ സിദ്ധുവിന്. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ലച്ചുവിനെ കൊട്ടിക്കോളണം. എനിക്ക് വേറൊരു കാര്യം തോന്നുന്നുണ്ട്, മിക്കവാറും അത് തന്നെയായിരിക്കും. അയ്യടാ, അങ്ങനെ പറഞ്ഞിട്ട് സിദ്ധുവളേന്റെ അടുത്തുനിന്ന് തട്ടിയെടുക്കാനല്ലേ ഗോൾഡ് പോയി? നീ പറ, ഞങ്ങൾ അളിയന്റെ അടുത്ത് പോയി പറയൂല, അത് നീ തന്നെ പറഞ്ഞ് ഗോൾഡ് കോയിൻ നീ തന്നെ മേടിച്ചോ. ഇപ്പൊ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു. അതായത് പാലായിലെ എന്റെ വല്യപ്പച്ചന്റെ ആണ്ടുന്ന അയിന് അല്ല, എല്ലാരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കുടുംബത്തിൽ ചേർക്കാൻ പറ്റും. ആര് പറഞ്ഞു? ഇതാണ് കറക്റ്റ്. സിദ്ധു അവിടെ ആരൊക്കെയോ കുത്തിയിരുന്ന് വിളിക്കുന്നുണ്ട്. ഇന്ന് എന്തൊക്കെ സംഭവിക്കോ എന്തോ. സത്യം പറഞ്ഞാലേ കാര്യമൊന്നും അറിയുമായിരുന്നെങ്കിൽ കുറച്ച് ആശ്വാസമായേനെ. ഇതെന്താ ഇത്, ട്രെയിനോ? കേശുളിയാ, പുറത്ത് ഈവന്റുകാരുടെ വർക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിന്റെ ഹെൽപ്പ് ഉണ്ടാവണം. ഓക്കേ. ആ പെമ്പിള്ളേര് പോയാ? ഇല്ല, അവരോടുണ്ടല്ലോ. എന്നാ കേശുവിന്റെ 2 കണ്ണും അവിടെ ഉണ്ടാവും. അളിയാ, അതില്ലേ
ഈ ആഘോഷിക്കുന്നതിന്റെ റീസൺ അറിഞ്ഞിരുന്നെങ്കിലേ കുറച്ചും കൂടി അങ്ങോട്ട് സന്തോഷിക്കായിരുന്നു. കുറച്ചും കൂടെ ഇങ്ങോട്ട് സന്തോഷമായില്ല അല്ലേ? ആകാംക്ഷ ആകാംക്ഷ ആകാംക്ഷ. സിദ്ധു കൂടുതൽ ഷോ കാണിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാരെയും കൊണ്ട് വല്ല സിനിമയ്ക്കും പോകട്ടോ. പിന്നെ നീ ഇപ്പൊ വിളിക്കുമ്പോ അവര് സിനിമയ്ക്ക് വരാൻ വേണ്ടി നിൽക്കുമല്ലേ? അവരെ എന്റെ സർപ്രൈസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക അല്ലേ? മോനെ സിദ്ധു, അമ്മൂമ്മയ്ക്ക് പ്രായമായി വരുക, ഓർമ്മക്കുറവും ഉണ്ട്. എപ്പോഴാ എന്താ സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊന്നും താങ്ങാനുള്ള ശക്തി അമ്മൂമ്മയ്ക്കില്ല. അതുകൊണ്ട് എന്തുവാ കാര്യമെന്ന് മോനൊന്ന് പറ. അമ്മമ്മ 2 ചുമയും കൂടെ ചുമയ്ക്ക്. കണ്ടോ തീരെ വയ്യ, അവശതയായി. പാവം അമ്മൂമ്മ ഇത്രയും സെന്റിമെന്റ്സ് ഇട്ട് പറഞ്ഞുകൊണ്ടേ ഞാൻ കാര്യം പറയാം. അത് ദുബായില് ദുബായില് അളിയന് പ്രൊമോഷൻ കിട്ടി. അതിന്റെ കൂടെ സാലറി ഹൈക്കും. എന്നാ അതല്ല, അല്ല. എന്താ പറയാ പറയണോ പറയണോ പറയട്ടെ? ഇനിയിപ്പോ ഞാൻ പറയണ്ട, എനിക്ക് പോലെ പോലെ എന്നാ ഞാൻ പറയാം. അങ്ങ് ദുബായില് ദുബായിലോട്ട് എനിക്ക് കാര്യം കിട്ടി. പറഞ്ഞോ? അങ്ങ് ദുബായിലോട്ട് നമ്മളെല്ലാവരും കൊണ്ടുപോകാൻ പോകുന്നു. അല്ല, ഇവിടെ സ്വന്തം ഭാര്യനെയും കൊച്ചിനെയും എന്നവരെ ദുബായിൽ കൊണ്ടുപോയിട്ടില്ല, പിന്നെയാണ് എല്ലാത്തിനെയും പൊക്കിക്കൊണ്ട് ദുബായില്. ആ പറഞ്ഞാലും കാര്യമുണ്ട്. ശിവ, നീ ലോജിക്കലി ചിന്തിക്ക്. അങ്ങനെ ഇപ്പൊ നമ്മളെ ദുബായിക്ക് കൊണ്ടുപോകാനാണെങ്കിൽ അളിയൻ എന്തിനാണ് ഇവിടെ പാർട്ടി നടത്തേണ്ട കാര്യം? അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ആ സസ്പെൻസ് അങ്ങ് പൊട്ടിച്ചേക്കാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ ദുബായിൽ ഒരു അർബാബിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. എന്റെ ബോസ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഖാദർ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും കൂടി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഓൾറെഡി അവർ മുംബൈയിൽ എത്തിക്കഴിഞ്ഞു. നെക്സ്റ്റ് ഫ്ലൈറ്റിന് അവർ കൊച്ചിയിൽ വരും, ഇങ്ങോട്ട് വരും. സംഭവം അത്രേ ഉള്ളൂ. എടാ, എന്റെ ബോസ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ടോ? ബോസ് വരുന്നുണ്ടോ? അതെ. ആദ്യമേ പറയട്ടെ സിദ്ധു. ഇപ്പൊ പറഞ്ഞല്ലോ. പിന്നെ പൊളിക്കണം. നീ എന്തോ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നേ? അല്ല, ബോസ് വരുന്നുണ്ടെന്ന് അടിച്ച് പൊളിക്കണ്ടേ? പൊളിക്കണം. അടിച്ച് പൊളിക്കണം സിദ്ധു. ഒരു കാരണവശാലും ബോസ് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ഓക്കേ ഓക്കേ കേശു, പോയി സഹായിക്കടാ. ശിവ പോടി. നീ ഒറ്റയ്ക്ക് കൊണ്ടോ? ഞാനും വരാം. അല്ല, നമുക്ക് കോസ്റ്റ്യൂം ഡ്രസ് ഒക്കെ നോക്കണം. എല്ലാം സെറ്റ് ചെയ്തോ. എന്തെങ്കിലും പരിപാടി പിടിക്കുന്നുണ്ടോ? അർബാബ് ചാട്ടവാറിനടിക്കും. കുറച്ച് കാലം ഇങ്ങനെ വന്നേ, നമുക്ക് തെറ്റ് ചെയ്യാന്ന്. വാ. ഹലോ, നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ? കുഞ്ഞ് ലൈറ്റ് ഒക്കെ കൊള്ളാല്ലേ? ലൈറ്റ് ഒക്കെ കൊള്ളാം. വാ. ഐസ്ക്രീം ഉണ്ടല്ലോ. ഒരു ഐസ്ക്രീം തരാവോ? ഓ തരാലോ. എന്നാ എനിക്ക് തരാം. അത് കഴിച്ചിട്ടായിട്ട് തരാം. പറ്റത്തില്ല. അത് കഴിച്ചിട്ട് കഴിയട്ടെ, എന്നിട്ട് ഞാൻ തരാലോ. ഇതെന്റെ അച്ഛൻ വാങ്ങി വെച്ച ഐസ്ക്രീമാ. ഓ ശരിയാ, പക്ഷെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് തരാം കേട്ടോ. ഹലോ മൈ ലിറ്റിൽ ഗേൾസ്. ലിറ്റിൽ ഗേൾസാ? അത് ഞാൻ നിങ്ങളെ വിളിച്ചതാ. എന്താ പരിപാടി? ഇവിടെ ഐസ്ക്രീം കഴിക്കണോ? കണ്ടാ മനസ്സിലായി. അതുകൊണ്ടല്ലേ ചോദിച്ചത്. എനിക്കും തരും ഒരു ഐസ്ക്രീം. കൊടുക്കേട്ടാ. അല്ല, എവിടുന്ന് ഇപ്പൊ വന്ന്? ആ വഴി ഇങ്ങോട്ട് വന്നു. അതല്ലേ ഞാൻ ചോദിച്ചേ. പിന്നെ വിളിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നേ? നമ്മളെ വീട്ടില് വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇങ്ങ് വന്നാ പോരെ? നമ്മുടെ വീടോ? അല്ല, നിങ്ങളുടെ വീട്ടിലോട്ട് എനിക്ക് എപ്പോഴെങ്കിലും വരാലോ. വിളിക്കാതെ വരുന്നേ മോശമല്ലേ ചേട്ടാ? ആദ്യം ഇവിടെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് എപ്പോഴെങ്കിലും വരാലോ, സീനില്ല. ഐസ്ക്രീം തരാൻ പറ. ഒരു ഐസ്ക്രീം കൊടുക്കുന്നു. ആയിട്ടില്ലേ? താട്ടാ ഒരു ഐസ്ക്രീം. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കൊള്ളാമോ? സൂപ്പറാണോ?
എനിക്കാണെങ്കിലേ അറബിയിലാകെ 4 അക്ഷരം അറിയത്തുള്ളൂ. അസ്സലാം വലൈക്കും, വലൈക്കും അസ്സലാം, പിന്നെ ഇൻഷാ അല്ലാ. എങ്ങനെങ്കിലും അറേബ്യ സോപ്പിട്ടിട്ട് അവര് ജോലി വാങ്ങിയെടുക്കണം. അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അത് ശരി, ഇവിടുന്ന് ഇപ്പോഴും ഐസ്ക്രീം കയറ്റി തുടങ്ങിയാ നോക്കട്ടെ. ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. അല്ല സിദ്ധുളിയനെ ഞായറാഴ്ച മാത്രം വന്നാ മതി എന്നല്ലേ പറഞ്ഞേക്കുന്നേ? ഇന്ന് ഞായറാഴ്ച അല്ലല്ലോ. അല്ല അപ്പൊ എന്താ ഇവിടെ? അല്ല ഞായറാഴ്ച ആണോ അല്ലേ എന്നുള്ളല്ലോ. നമ്മളെ കുടുംബത്തിലൊരു പരിപാടി നടക്കുമ്പോ ഞാൻ പറഞ്ഞേ. നമ്മളെ കുടുംബത്തിലെ പരിപാടിയാ? അല്ല നിങ്ങളെ കുടുംബത്തിലെ പരിപാടി എടുക്കാൻ എനിക്ക് പറഞ്ഞല്ലോ, വരാല്ലോ. ഐസ്ക്രീം കഴി. ഐസ്ക്രീം കഴിക്കാം. എന്റെ കോട്ടും സൂട്ടൊക്കെ എങ്ങനെയുണ്ട്? നല്ല പച്ച പരിഷ്കാരിയായിട്ടുണ്ട്. ആയില്ലേ? പിന്നെ എനിക്കറിയാം. താങ്ക് യു. പിന്നെ ശിവും ഒട്ടും മോശമില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതും എനിക്കറിയാം. താങ്ക് യു. ഓക്കെ. ഇതെന്താണ് പോക്കറ്റിനകത്ത് ഇരിക്കുന്നത്? പോക്കറ്റിൽ അറിയില്ല, ഇത് ടിഷ്യൂ മുഖം വേർക്കുമ്പോ തുടങ്ങാൻ വേണ്ടിട്ട്. സബാഷ്, ഗംഭീരം തന്നെ. പൊളിക്കും ഞാൻ. ഐസ്ക്രീം വേണ്ടേ? കഴിച്ചോളാം. അതെ മെർലിനെ, എനിക്കൊരു ചെറിയ റെക്കമെൻഡേഷൻ ഉണ്ട്. എന്താ? അല്ല ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ. കേശവനടുത്ത് പറഞ്ഞ എന്നെ ഇവിടെ ഓടിച്ചിട്ട് അടിക്കരുത് എന്ന് പറയണം. നോക്കാം. അല്ല അതിന് മെർലിനോട് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞ പറ്റൂലേ? അല്ല ശിവു പറഞ്ഞ അവൻ ചിലപ്പോ കേട്ടില്ലെങ്കിലാ. മെർലിനാകുമ്പോ ഓക്കെയാണ്, ഡീൽ ചെയ്തോളാം. ഐസ്ക്രീം കഴിക്കാം. മക്കളെ സൂപ്പർ. നല്ല രസമുണ്ടല്ലോ കനകം. കൊള്ളാമല്ലോ. നല്ല ഭംഗിയുണ്ട്. ഭവാനിയെ അറബി വന്നിരുന്നെങ്കിലേ 2 പക്ക അടിക്കായിരുന്നു. ശങ്കര, നീ അറബിയുടെ മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്തുവോ? ഇത് ആഘോഷമല്ലേ, അപ്പൊ 2 എണ്ണം വിട്ടുകൊണ്ടൊക്കെ നിൽക്കണ്ടേ? അങ്ങനെ കുടിക്കണമെങ്കിലേ പിള്ളേരെ ഐസ്ക്രീം കുടിക്കുന്നുണ്ട്, അത് പോയി കുടിച്ചാ മതി. അമ്മമ്മ ഇവരിത് എവിടെയാ? എത്ര നേരം റെഡിയായി കയറിട്ട് ചേച്ചിയുള്ളതിനും കൂടെ. അല്ല കേശു എവിടെ? ചേടാ, ഇത്രയും സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് ഇവര് മുങ്ങിയ. അയ്യോ, അറബി വന്നു. അറബിയാ? ദേ നോക്ക് അമ്മമ്മ, അത് കേശു. എന്താടാ ഇത്? അറബി വേഷം. എന്തിന്? ഇടി ഇല്ലെങ്കിലേ അളിയന്റെ അറബി വരുമ്പോളേ ചിലപ്പോ പുള്ളിക്ക് ഇവിടെ വരുമ്പോ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്താലോ. പുള്ളിക്ക് ഒരു കമ്പനി കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അതിന് നിനക്ക് അറബി അറിയോ? അമ്മ നമ്മടത്ത് ആരാൽ ഇത്ര തുപ്പിൽ തെറിച്ചല്ലാണ്ട് ഒരു പ്രയോജനം. അതെ നിനക്കൊന്നും ക്ലിയർ ആവില്ല. ഞാനും അറബി ഞങ്ങൾ സെയിം ലെവലിലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ അതൊക്കെ പുള്ളിക്ക് മനസ്സിലാവും. നിന്റെ സെയിം ലെങ്ത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം. വേവ് ലെങ്ത് എങ്ങ് വന്നേ? എന്തടി വാ ഇങ്ങോട്ട്. എന്തോ ഇത്? അതല്ല, ഈ ഷിബുറോക്സ് വന്നിട്ടുണ്ട്. ഷിബുറോക്സ് വന്നിട്ടുണ്ട്. എവിടെ? ഇവിടെ ഉണ്ട്. എന്തായിരുന്നു അത്? ശിവ ഞാൻ പറഞ്ഞാലേ അവൻ കേക്കത്തുള്ളൂ. കേശു, അതായത് ഷിബുറോക്സ് വന്നിട്ടുണ്ട്. അവളിപ്പോ പറഞ്ഞല്ലോ. അപ്പം ഇത് നല്ല പരിപാടിയൊക്കെ നടക്കല്ലേ? അതെനിക്കറിയാലോ. അവനാണെങ്കിൽ നല്ലൊരു കോട്ടൊക്കെ വാടകയ്ക്ക് എടുത്ത് സുന്ദരനായി വന്നേക്കാം. കോട്ട് വാടകയ്ക്ക് എടുത്ത് സുന്ദരനായിട്ട് വന്നേക്കണെന്ന് മോനെ വേണ്ടടാ, നമ്മുടെ വീട്ടിലോട്ട് വന്നതല്ലയോ, ഒന്നും ചെയ്യല്ലേടാ. തന്നെയല്ല അറബി വരുമ്പോഴേ കടന്ന് തമ്മി തല്ലുന്നത് താണക്കേടല്ലയോ? പിന്നല്ലേ കേശേ, മാഫി മുഷ്കിൽ, ക്ഷമിച്ചു വിട്. മാഫി മുഷ്കിൽ കൊള്ളാം കേട്ടോ. എന്തായാലും ഇത്ര പെട്ടെന്ന് എല്ലാരും അങ്ങ് നന്മവരങ്ങളായ നന്മയുള്ള ലോകമേ. അത് പറഞ്ഞപ്പോഴാണ് എന്തടേ നിന്റെ അളിയനും ചേച്ചി എവിടെ അവര്? ഞാനിപ്പോ തപ്പിയവര് വന്നില്ലേ? ഇല്ല, ഈ കണക്കാണെങ്കിൽ അറബി വന്നു പോയാൽ അവര് വരത്തില്ല. അളിയന്റെ അറബിയുടെ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അളിയോ
ലച്ചുവേ എന്താടാ ഇത്? അറബി വരുമ്പോ അറബിക്ക് ഒരു കമ്പനി. കൊള്ളാം, നന്നായിട്ടുണ്ട്. അല്ലയാ ആളെവിടെ? അറബി എവിടെ? ആളെ വിളിച്ചിരുന്നു, പെട്ടെന്ന് എത്തുന്നതായിരിക്കും. ആ അത് മതി. എടാ കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? പിന്നെ സെറ്റ് അല്ലേ അളിയാ? ഓക്കെ. അളിയൻ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? സൂപ്പർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം സൂപ്പറാണ്. അളിയാ അറബാബു ഇന്നോ നാളെ വല്ലതും വരൂ? വരൂടാ. വന്നില്ലെങ്കിലേ അഴിക്കായിരുന്നു. എടാ ഇപ്പൊ എത്തും. അളി അറബാനെ പോലും വരുമോ? എനിക്ക് വേറെ പരിപാടിയുണ്ട്. അറബാനെ? അറബാനെ കടാ. അർബാബ്. ഓ കബാബ്. അർബാബ്. അതെന്താ വരുമോ? എല്ലാവർക്കും അറിയാം. നീ കൊട്ടി ഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈടാ എത്ര കാലമാണ് നിന്നെ നേരിട്ട് സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ എവിടെ നോക്കട്ടെ, മൂക്കളൊഴിപ്പിച്ച് നടന്ന പയ്യനാണ്. ബോളെല്ലാം മെനകടായി പോലാണ് നീ. മെനകടാ? ചേട്ടാ സത്യം പറഞ്ഞ ചേട്ടൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ വന്നതിൽ ഐ എം സോ ഹാപ്പി. അതെ അങ്ങനെ ഒന്നും വന്നൊന്നുമല്ല. ഞാൻ ഒരുപാട് പാടി വെച്ചിട്ടാ വന്നത്. എനിക്കറിയാം ഒരു ടാസ്ക് ആയിരുന്നു. ഞാൻ അടുത്തിരിന്ന് പറഞ്ഞൊരു ലൊക്കേഷനിൽ നിന്ന് തന്നെ ഞാൻ അവിടുത്തെ നായകനെ സംവിധാനമൊക്കെ പറ്റിച്ചിട്ട് നിന്റെ പരിപാടി എന്നുള്ളത് നീ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ശല്യപ്പെടുത്തൽ കാരണം എനിക്ക് പിന്നെ നിന്നോട് സിമ്പതിയായി. ആ സിമ്പതിനെ പുറത്ത് ഞാൻ പിന്നെ ആലോചിച്ചപ്പോ ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ട് വരാം. അതാണ് നിന്റെ ഒരു ആഘോഷമല്ലെന്ന് പറഞ്ഞിട്ട് വന്നാ. പിന്നെ ഇതൊക്കെ ഇവരെല്ലാം ഫാമിലി മെമ്പേഴ്സ് ആണ്. ഇത് ഫ്രണ്ട്. എന്റെ പേര് ഷിബു റോക്സ്. വെരി ബാഡ് ലുക്ക്. താങ്ക് യു. ഇത് ഞങ്ങളുടെ അപ്പൂപ്പൻ. ഇത് ഞങ്ങളുടെ ശിവാനിക്കുട്ടി, മെർലിൻ, കനകാന്റി, ഞങ്ങളുടെ അമ്മമ്മ. പിന്നെ ഇത് എന്റെ സ്വീറ്റ് ഡോട്ടർ കല്ലു. സേ ഹായ്. ഇത് പാറോളിയൻ. ദിസ് വൺ ഈസ് മൈ സ്വീറ്റ് വൈഫ് ലച്ചു. ലച്ചു ലച്ചു ആണല്ലോ ഇത്. പണ്ടത്തെ പോലെയല്ല, ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ടപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുഖം. ഇവൻ ലച്ചുവിനെ പറ്റി പറയാത്തൊരു ദിവസം പോലും ഇല്ല. എന്നെ വിളിച്ചാൽ ലച്ചുവിനെ പറ്റി സംസാരിക്കാനുള്ളൂ. ഇവനാണെങ്കിൽ ലീവ് കിട്ടുന്നില്ല, ലച്ചുവിനെ കാണാൻ പറ്റുന്നില്ല, ലച്ചുവിനെ ഒന്ന് കണ്ട് വർത്താനം പറയാൻ പറ്റുന്നില്ല, ആയ വീഡിയോ കോളാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നും പറഞ്ഞത്. ഇത് കരച്ചിലാണെന്നറിയാമോ ഇവൻ ലച്ചുവിനെ പറ്റി പറയുമ്പോ. ലച്ചു ആളാകെ മാറിപ്പോയിട്ടോ. എന്തായാലും അടിപൊളി, എല്ലാരും കാണാൻ പറ്റിയ സന്തോഷം. ധർമ്മേന്ദ്രൻ വന്ന കാലം നിക്കാതെ വന്നാട്ടെ. ധർമ്മേന്ദ്ര ഹിന്ദിയോടനാ, ഞാൻ ധർമ്മേനാ. അമ്മൂമ്മേ വരാനാ വൻ സെറ്റപ്പാണല്ലോടാ. പിന്നല്ല, 3 നിലയുള്ള കേക്ക്. എനിക്ക് ആകെ 2 നില വീടുള്ളൂ. കളിക്കണം. എന്ത് പരിചയപ്പെടുത്തിയില്ല. പിന്നെയോ? പിന്നല്ലോ അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ കടിക്കും ഞാൻ കേട്ടാ. ആരാടി അറബി? അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം.
ചേട്ടാ ഇതിന്റെ അളിയനാ കേട്ടോ. അറബി എങ്ങനെയാണ് നിന്റെ അളിയനാണ്? അയ്യോ അറബിയല്ല, മലയാളി. അപ്പൊ ഇത് അരയിൽ ചെക്കണ ഈ റബ്ബർ ബാൻഡും ടയറൊക്കെ? അയ്യോ അത് വാടക എടുത്തേ. വാടക എടുത്തേ ചേട്ടാ. സത്യം പറഞ്ഞ ചേട്ടാ, ഞാൻ ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നതേ എന്റെ അർബാബ് വരുന്ന ചേട്ടൻ വരുന്ന കാര്യം ഞാൻ സർപ്രൈസ് ആക്കിയാ വെച്ചത്. അങ്ങനെയാണ് ഈ അളിയൻ അറബി ആയത്. ഇംപ്രസ് ചെയ്യിക്കാൻ. എനിക്ക് വന്നപ്പോഴേ എനിക്കൊരു വശപ്പശക്ക് തോന്നിയായിരുന്നു നിന്റെ അളിയനെ പറ്റി. എടാ ഈ ആദ്യം അളിയനെ കൊണ്ടുവരുന്ന നീ പെട്ടുപോയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ മനസ്സിലായില്ലേ? ഇതെന്താണ് ഒരു ബുർജ് ഖലീഫയൊക്കെ? ചേട്ടാ ദുബായ് പോയതിനു ശേഷമാണല്ലോ എനിക്ക് സൗഭാഗ്യങ്ങളെല്ലാം വന്നത്. അതുകൊണ്ട് ബുർജ് ഖലീഫ തന്നെ അവിടെ വെച്ചേക്കാന്ന് ഞാൻ ഓർക്കും. ചേട്ടാ ഞാൻ ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ സിദ്ധുവിന് എങ്ങനെയാ പരിചയം? സിദ്ധുവിന്റെ പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധുവിനെ പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞുനാളിലോടുള്ള പരിചയമാണ്. ഞങ്ങളുടെ വീട് തമ്മിൽ ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അവനന്ന് സൈക്കിളിന് എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് സ്കൂളിലൊക്കെ പോണത്. അപ്പൊ അവനാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് ഇവൻ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ പറഞ്ഞാൽ അവൻ എന്നെ ഇങ്ങനെ നോക്കും. അപ്പൊ ഞാൻ എന്താ സിദ്ധു എന്ന് ഇങ്ങനെ പറയും. ഇന്നതല്ല, ഇന്ന് ഞാൻ അവനെ നോക്കിയിട്ട് സിദ്ധു എന്നൊക്കെ ചോദിക്കും. പിന്നെ കാലം കുറെ കടന്നുപോയി, ഇവൻ വളർന്ന് വലുതായി ദുബായി പോയി, ഏതോ അറബിനെയൊക്കെ പറ്റിച്ച് വലിയ ജോലിയൊക്കെ ആയി. അങ്ങനെ നിൽക്കുന്ന കാലം ഇവൻ സ്വന്തമായിട്ട് ഫ്ലാറ്റൊക്കെ എടുത്ത് അവിടെ നിൽക്കുമ്പോൾ ഞാനും പിഷാരുടെയൊക്കെ കൂടി ഇടയ്ക്ക് പ്രോഗ്രാമിനൊക്കെ ആയിട്ട് ദുബായിലൊക്കെ പോകുമല്ലോ. അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലാൻ നേരത്ത് ഞങ്ങളുടെ ഫുൾ ചെലവും ഞങ്ങൾ തന്നെയാ. ഇവൻ നോക്കാറൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോരാൻ നേരത്ത് ഇവൻ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ആക്കി തന്നിട്ട് ഞങ്ങളോട് പറയും, ഞങ്ങൾക്കൊരു ലിസ്റ്റ് തരും. എന്നിട്ട് പറയും ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഈ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് എൻ്റെ വീട്ടിലെത്തിച്ചു കൊടുക്കണം, ഞാൻ എന്തെങ്കിലും തരാം പൈസ എന്ന് പറയും. അങ്ങനത്തെ ഒരുത്തനെ. അതെ, നിങ്ങൾ ആരും ചേട്ടൻ പറഞ്ഞ് വിശ്വസിക്കരുത്. ചേട്ടൻ ചുമ്മാ തമാശ പറയുന്ന കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു കേട്ടോ. ചേട്ടാ ഇവരെല്ലാം മണ്ടന്മാരെ, ഇവരിതൊക്കെ വിശ്വസിക്കും. അതല്ല അല്ല വെറുതെ പറഞ്ഞാട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ്. അറബിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, ഭയങ്കര സെറ്റപ്പിൽ ജീവിക്കുന്ന ആളാണ്. എല്ലാം കൊണ്ടും നല്ലൊരു മനുഷ്യരുമാണ്. എല്ലാവരോടും സ്നേഹമുണ്ട്, അനുകമ്പയുണ്ട്, സഹായിക്കും, എല്ലാം ഉണ്ട്. നല്ല ചെറുക്കനാ. ചേട്ടൻ വന്ന സന്തോഷത്തിലേ ശരിക്കും ഇവിടെ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇതെന്താ ശരിക്കും സംഭവം? ഇത് ശരിക്കും കേക്ക്. അതെനിക്കും മനസ്സിലായി ചേട്ടാ കേക്കാണെന്ന്. പക്ഷെ എന്തിനാണ് കേക്ക് എന്നാണ് മനസ്സിലാവാത്തത്. കേക്ക് മുറിക്കാനുള്ളതാണ്. ശരി, എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അല്ല ചേട്ടാ, രാവിലെ തൊട്ടേ ഇവൻ ആദ്യം പറഞ്ഞ് സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് നമ്മളെ പറ്റിച്ച്. അത് കഴിഞ്ഞപ്പോ പറഞ്ഞ് അറബാബ് വരുമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ച്. ഇപ്പൊ ചേട്ടൻ വന്നപ്പോ ശരിക്കും ഞങ്ങൾ സർപ്രൈസ്ഡായി. പക്ഷെ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അതായത് ഇവൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് അറബാബ് വരുമെന്ന് പറഞ്ഞില്ലേ, ആ അറബാബാണ് ഞാൻ. അല്ല അപ്പൊ ഈ കേക്കോ? ഈ കേക്ക് മഹത്തായ ഒരു കേക്കാണ്. ഞാൻ ഒരുപാട് കേക്ക് കട്ടിങ്ങളിൽ സാക്ഷിയായിട്ടുണ്ട്. പക്ഷെ ഇതൊരു വികാരഭരിതമായ നിമിഷമാണ്. പറയട്ടെ സിദ്ധു, ചേട്ടൻ പറയട്ടെ. നിങ്ങൾ ഇതുവരെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ലല്ലോ? കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം. ഇല്ല ഏട്ടാ, അതും ഇവന് ഓരോ അബദ്ധമൊക്കെ പറ്റി കൊളായി പോയി. അതാണ്. അപ്പൊ സിദ്ധു ദുബായിലായിരുന്നുകൊണ്ട് ആഘോഷിക്കാതെ പോയ എല്ലാ വെഡിങ് ആനിവേഴ്സറികളും ചേർത്ത് കുടുംബക്കാരും ഞാനും എല്ലാവരും ചേർന്ന് അടിച്ച് പൊളിച്ച് തിമിർത്ത് നമ്മൾ ആഘോഷിക്കുന്നു. അതിനു വേണ്ടിയുള്ള സെറ്റപ്പായിരുന്നു എല്ലാം. ആരോമൽ പൂവ് പോലെന്നിൽ പൂത്ത പെണ്ണെ പേരു ചൊല്ലുമോ, ആരോരും കണ്ടിടാദൂരം ഇന്നു നീ എൻ കൂട്ടുപോരുമോ, കുരുന്നു പൂങ്കവേ കുറുമ്പു പുഞ്ചിരി മുഖം തെളിഞ്ഞാൻ ഉദിക്കും കിനാവുകൾ നിറഞ്ഞു തൂവും ഇളം തേനിലാവാണിവൾ. അപ്പൊ വെഡിങ് ആനിവേഴ്സറി ഉഷാറായില്ലേ? ചേട്ടൻ എവിടെ പോണു? എവിടെ പോവാൻ?
ഇത് അടിച്ച് പൊളിച്ച് കാലക്ക് കൈ തന്നിട്ട് ഞാൻ പോകും. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.